ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്ത പച്ച ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. രണ്ടാം ദിനവും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. നമുക്ക് ഇന്നത്തെ ആ ഒരു കളക്ഷൻ കാണുമ്പോൾ അഗ്നിപർവ്വതം പോലെ കത്തിപ്പടരുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ ആദ്യം വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സിനിമയ്ക്ക് 1207ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1,50,50,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി ഇന്നലെ വിറ്റുപോയത്. 45% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 222ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും 65ഓളം ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും 7ഓളം ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് വിധി എഴുതിയിരിക്കുന്നത്. ചത്തപച്ച എന്ന ചിത്രം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് കളക്ഷനായി ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 2,52,00,000 രൂപയോളമാണ്. അതായത് സിനിമ 3 കോടി അടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. 2026 തുടങ്ങിയതിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയും ഈ ഒരു സിനിമ ചെയ്യുകയാണ്. ആദ്യ ദിനം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 2.5 കോടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ ഏകദേശം 3 കോടിയോളം എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 50ഓളം ലേറ്റ് നൈറ്റ് ഷോസുകളും ഏകദേശം 130 മുകളിലുള്ള എക്സ്ട്രാ ഷോസുകളും സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ പോലും കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്ന കാര്യവും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായി. രാവിലെ തന്നെ സിനിമയ്ക്ക് മികച്ച ഒരു പ്രതികരണമാണ്. ചെറിയ രീതിയിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി തന്നെയാണ് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ എന്ന് തന്നെ പറയാം. ഡീഗ്രേഡ് ചെയ്യാൻ, അതായത് മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ റോൾ ഉണ്ടെന്ന് കരുതി ഈ ഒരു സിനിമയും ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് പേർ തുനിഞ്ഞു. പക്ഷേ ആളുകൾ അതിനെയൊക്കെ മറികടന്ന് മികച്ച കളക്ഷനുമായി ഈ ഒരു സിനിമയെ കൈ ചേർത്ത് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 5 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. രണ്ടാം ദിവസത്തേക്ക് സിനിമ 8 തൊട്ട് 10 കോടിക്കിടയിലായിരിക്കാം കളക്ഷൻ വരുന്നത്. മോർണിംഗ് പ്രീസെയിലൂടെ ഉള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് കാത്തിരിക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.